ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ബിടെക് 2019 സ്കീമിൻ്റെ S3യിലെ കോഴ്സായിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നൊരു മാത്തമാറ്റിക്സ് പേപ്പറിൻ്റെ രണ്ടാമത്തെ മോഡ്യൂളാണ്. രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്മൾ എങ്ങനെയാണ് അതിനെ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ മെത്തേഡ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു മോഡ്യൂളിൻ്റെ ലാസ്റ്റ് നമ്മളൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമൊക്കെ പറയുന്നുണ്ട്. അതായത് സെപ്പറേറ്റിംഗ് ദ വേരിയബിൾസ് എന്തൊരു ഇക്വേഷനും പ്രോബ്ലംസും പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കുറച്ച് ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സാണ് ഇവിടെ പഠിക്കുന്നത്. ദാറ്റ് ഈസ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനും അതേപോലെ തന്നെ ഹീറ്റ് ഇക്വേഷനും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പാർട്ട് 1 നമ്മൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് നമുക്കിത് വേവ് ഇക്വേഷൻ ഉണ്ടായത്, അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം, അതിൻ്റെ പിന്നിലെ തിയറി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടീഷൻസ്, പിന്നെ നമുക്കതിൻ്റെ പ്രോബ്ലംസ്. അതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ഫിസിക്സുമായിട്ടൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വേവ് തിയറി അല്ലെങ്കിൽ വേവ് ഇക്വേഷൻ്റെ കാര്യം പറയുന്നത്. സിമ്പിളാണ്, പക്ഷേ സംഭവം നമ്മൾ ആദ്യം ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ അതിൻ്റെ ഒരു ഡെറിവേഷൻ പറയാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. നല്ല പോലെ സ്ട്രെച്ച് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന, രണ്ടറ്റവും നല്ല പോലെ കൂട്ടി യോജിപ്പിച്ച് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ അതിൻ്റെ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ടെൻഷൻ വെച്ചിട്ട് നമ്മൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇത് എ ബി രണ്ട് പോയിൻ്റ്, ഇതാണ് നമ്മളുടെ സ്ട്രിങ്. നമ്മൾ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു എൻഡ്, ഇതൊരു എൻഡ്. ഓക്കെ, ഈ ഒരു ടാൻജൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ടി. ഈ ടാൻജൻറ്റ് ഈ സ്ട്രിങ്ങുമായിട്ട് മേക്ക് ചെയ്യുന്ന രണ്ട് പോയിൻ്റ് ആയിരിക്കും പിയും ക്യൂവും. ആൻഡ് പി നമ്മൾ വെർട്ടിക്കലി താഴേക്ക് എക്സ് ആക്സിലേക്ക് മാർക്ക് ചെയ്യുമ്പം അവിടെ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ആയിരിക്കും ലൈക്ക് 5 + Δ5. ഇത് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ, ഇത് എക്സ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്മോൾ എമൗണ്ട് ഓഫ് ആംഗിൾ ഉണ്ട്. കോമൺ ആയിട്ട് നിങ്ങൾ ഒരു സ്ട്രിങ്ങിനെ രണ്ട് അറ്റത്തേക്ക് കൂട്ടിമുട്ടിക്കുന്ന രീതിയിൽ ഓർക്കുക. ഒരു ടാൻജൻറ്റ് പാസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. രണ്ട് പോയിൻ്റ് ആയിരിക്കും ആ ഒരു ടാൻജൻറ്റും സ്ട്രിങ്ങുമായിട്ട് മേക്ക് ചെയ്യുന്നത്. അത് പിയും ക്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി തിയറിയിലേക്ക് പോവാം. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ലൈറ്റ്ലി സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് സ്ട്രിങ് ഉണ്ട്. അതിൻ്റെ ലെങ്ത് L ആണ്, ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് L ആണ്. ആൻഡ് ഫിക്സ്ഡ് എൻഡ് A ആൻഡ് B, രണ്ട് എൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് സബ്ജക്റ്റ് ടു കോൺസ്റ്റൻറ്റ് ടെൻഷൻസ് T. അപ്പം ഈ ഒരു സ്ട്രിങ് കോൺസ്റ്റൻറ്റ് ടെൻഷന് വിധേയമാവുന്നുണ്ട്. ടെൻഷൻ മീൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കണക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു ടെൻഷനാണ് നമ്മൾ T എന്ന് കാണിച്ചിരിക്കുന്നത്. The tension T will be considered to be large as compared to the weight of the string so that the effect of gravity are negligible. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ടെൻഷൻ T എന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ വെയ്റ്റിനെക്കാട്ടിലും കൂടുതലാണെന്നാണ്. എങ്കിൽ മാത്രമേ നമുക്കിവിടെ ഗ്രാവിറ്റി വളരെ നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാൻ പറ്റൂ. ഗ്രാവിറ്റിയുടെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസംഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റ് ദ സ്പ്രിങ് ബി റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ആൻഡ് അലൗഡ് ടു വൈബ്രേറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ സ്ട്രിങ്ങിനെ നമ്മൾ റിലീസ് ചെയ്തിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അതായത് നമ്മൾ ജസ്റ്റ് ഒരു പോയിന്റിലേക്ക് നമ്മൾ തട്ടിക്കൊടുക്കും. അപ്പം തീർച്ചയായിട്ടും സ്ട്രിങ് ആകുമ്പോൾ അത് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. Study the subsequent motion of the string with no external force acting on it, assuming that each point of the string makes small vibration at side angles to the equilibrium position AB of the string entirely in a plane. അതൊരു പക്കാ തിയറി നേരത്തെ പറഞ്ഞ കണക്കാണ്. അതായത് നമ്മൾ ഈ ഒരു സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്ന സ്ട്രിങ്ങിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുമ്പം അവിടെ ടെൻഷൻ അപ്ലൈ ചെയ്യും. ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് taking the end A as the origin, AB as the x-axis and AY perpendicular to it as the y-axis so that the motion takes place entirely in the xy plane. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ഒരു എൻഡാണ് A, മറ്റൊരു എൻഡാണ് B. അപ്പം A എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ഒറിജിൻ. AB അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ അത് ഫുൾ ലൈ ചെയ്യുന്നത് എക്സ് ആക്സിലായിരിക്കും. ഇനി AY ആണ് അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ലൈ ചെയ്യുന്നത്, അതായത് ഈ ഒരു സ്ട്രിങ് ലൈ ചെയ്യുന്ന പ്ലെയിൻ XY പ്ലെയിനിലാണ്. ഓക്കെ, നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു പോയിൻറ്റും കൂടെ നോട്ട് ചെയ്യാനുള്ളത് ടൈം സ്മോൾ ടി.
അതിലായിരിക്കും ഈ ഒരു സ്ട്രിങ് എന്തുമാത്രം തവണ വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കാനും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇക്വേഷനിലേക്കാണ് പോകുന്നത്. കൺസിഡർ ദ മോഷൻ ഓഫ് ദ എലമെൻറ്റ് പി ക്യൂ ഓഫ് ദ സ്ട്രിങ് ബിറ്റ്വീൻ ഇറ്റ്സ് പോയിൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ ഈ ഒരു സ്ട്രിങ്ങിലേക്ക് പോകുന്നൊരു ടാൻജൻറ്റ് മാതിരിയുണ്ട്, അത് ടച്ച് ചെയ്യുന്നത് പി യും ക്യൂവും. ഈ ഒരു ടാൻജൻറ്റിലാണ് നമ്മൾ ടെൻഷനെ മാർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പി യും ക്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദാണ്ട് ഇവിടെ ഇക്വേഷനിൽ പറയുന്നത്, ദാറ്റ് ഈസ് ക്യൂ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് y plus delta y, where the tangent being angles phi and phi plus delta phi. അപ്പം ഇത് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. ഇനി ഈ ഒരു ടാൻജൻറ്റ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈയും ഫൈ പ്ലസ് ഡെൽറ്റ ഫൈയും. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ക്യൂ എന്ന പോയിൻ്റ്, അതായത് ടാൻജൻറ്റും സ്ട്രിങ്ങും കൂടെ മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ് ക്യൂ. അപ്പോൾ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ പ്ലസ് ഡെൽറ്റ ഫൈ. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രിങ്ങും ടാൻജൻറ്റും അടുത്തതായി മേക്ക് ചെയ്യുന്നൊരു പോയിൻ്റാണ് പി. അപ്പോൾ അവിടുത്തെ ആംഗിളാണ് ഫൈ. അതാണ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് കോർഡിനേറ്റുകൾ ഇപ്പോൾ ഉണ്ട്. അതേപോലെ തന്നെ പി ഓഫ് എക്സ് കോമ വൈയും ഉണ്ട്, ക്യൂ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈയും ഉണ്ട്. നമുക്കിവിടെ രണ്ട് ആംഗിൾസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലിയർലി ദ എലമെൻറ്റ് ഇസ് മൂവിങ് അപ്വേർഡ് വിത്ത് ദ ആക്സലറേഷൻ. അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്ട്രിങ് നമ്മളിങ്ങനെ ഒരു ആർച്ച് മാതിരി വെച്ചിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് നമ്മൾ തട്ടി കൊടുക്കുമ്പം എന്തായാലും അത് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല അത് ടച്ച് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്നൊരു വൈബ്രേഷനകത്ത് അതിൻ്റെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് വൈബ്രേഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ടെൻഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്സലറേഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്ന് അറിയാമല്ലോ. ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ മാത്തമാറ്റിക്സിൽ എഴുതിയിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ. അതായത് വൈ വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ 2 തവണ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് ആക്ച്വലി നമ്മളുടെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ഈ ഒരു ടോപ്പിക് എത്തുന്നത്. അതായത് ഇവിടെ ഈ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ എന്താണ് ആക്ച്വലി ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം. വെരിഫൈഡ് കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എലമെൻറ്റ്. ഇനി ആ ഒരു എലമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ട്രിങ്ങിൽ ടോട്ടലി ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ടി സൈൻ ഓഫ് ഫൈ പ്ലസ് ഡെൽറ്റ ഫൈ മൈനസ് ടി സൈൻ ഫൈ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. നമ്മൾ കാണാതെ പഠിക്കാനേ നിവർത്തിയുള്ളൂ, ഇതൊരു ഡെറിവേഷനാണ്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ നോട്ട് ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ചതിന് ശേഷം എക്സാം ടൈമിൽ നല്ലപോലെ എഴുതുക. നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ എഴുതാം. നിങ്ങൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഇതാണ്, പി ഓഫ് എക്സ് കോമ വൈയും ക്യൂ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും കൊമ വൈ പ്ലസ് ഡെൽറ്റ വൈയും 2 കോർഡിനേറ്റ് ഉണ്ടെന്നും അതേപോലെ തന്നെ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈയും ഫൈ പ്ലസ് ഡെൽറ്റ ഫൈയും ആണെന്ന് പറയുക. ആക്സലറേഷൻ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ആണെന്നും നമ്മൾ വ്യക്തമാക്കണം. പിന്നെ നമ്മൾ നേരെ ഇക്വേഷനിലേക്കാണ് വരുന്നത്. ഇനി ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ 2 സൈഡിലും ടി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം നമുക്കതിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ടി ഓഫ് സൈൻ ഫൈ പ്ലസ് ഡെൽറ്റ ഫൈ മൈനസ് സൈൻ ഫൈ എന്ന് കിട്ടും. അതായത് ഇത് ഒരു കോമൺ ആയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് വന്ന സൈനിൻ്റെ ടേമിലുള്ളൊരു ഇക്വേഷനാണ്. ഓക്കെ, ഇനി ഇവിടെ എന്താ മാറ്റമെന്ന് വെച്ചാൽ നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ചില ട്രിഗ്നോമെട്രിക് വാല്യൂസിന് വേറെ ട്രിഗ്നോമെട്രിക് വാല്യൂസുമായിട്ടും ഏകദേശം ഒരു അടുത്തൊരു ബന്ധമുണ്ട്. അതേ കണക്ക് സൈനിനും ടാനിനും ഒരു അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ സൈനിനെ നമ്മൾ ടാൻ വെച്ച് റീപ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കാരണം ഫൈ വളരെ ചെറുതാണ്, അപ്പോൾ സൈൻ ഫൈ എന്ന് പറയുന്നതും വളരെ ചെറുതായിരിക്കും. അപ്പോൾ സൈൻ ഫൈ പ്ലസ് ഡെൽറ്റ ഫൈയും വളരെയധികം ചെറുതാണ്. അപ്പോൾ നമുക്ക് സൈനെ ടാനുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ സൈൻ്റെ അവിടെയെല്ലാം ടാൻ വെച്ച് റീപ്ലേസ് ചെയ്തു. നമുക്ക് ഈ ഇക്വേഷൻ ടി ഓഫ് ടാൻ ഓഫ് ഫൈ പ്ലസ് ഡെൽറ്റ ഫൈ മൈനസ് ടാൻ ഫൈ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇവിടെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ പോലെ നമ്മൾ അപ്ലൈ ചെയ്യും. അതായത് ടി ഓഫ് ഈ ഒരു ടാൻ ഫൈ പ്ലസ് ഡെൽറ്റ ഫൈന് നമ്മൾ ഡോ വൈ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, അതതിൻ്റെ ആംഗിളിനെ സൂചിപ്പിക്കുന്നു. മൈനസ് ടാൻ ഫൈന് നമ്മൾ ഡോ വൈ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്നും കാണിക്കും. ഇത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ നേരെ ഈ ഒരു ഇക്വേഷനിലേക്കാണ് എത്തുന്നത്. ഓക്കെ, ഇനി നമ്മളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കണം. ഇനി നമ്മൾ വേറൊരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്, ഒരു ഫിസിക്സിലേക്ക്. അതായത് ഒരു ന്യൂട്ടൺസ് ലോ ഓഫ്
ആണ് പറയുന്നത്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ആണ് പറയുന്നത്. ദാറ്റ്സ് എഫ് ഈസ് ഈക്വൽ ടു എം എയുടെ തിയറിയാണ്. അപ്പോൾ എം എന്ന് വെച്ചാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. എന്തിൻ്റെ മാസ് പെർ യൂണിറ്റ് എന്താണ്? ഇവിടുത്തെ സ്ട്രിങ്ങിൻ്റെ. അപ്പോൾ നമ്മളിവിടെ ഒരു ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി നമ്മളുടെ ഫോഴ്സ്, അതായത് എഫ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ എഫ്. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഡിറൈവ് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എം എ വേണം, കാരണം എഫ് ഈസ് ഈക്വൽ ടു എം എ അല്ലേ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, അപ്പം എഫ് ഈസ് ഈക്വൽ ടു എം എ നിങ്ങൾക്ക് ആദ്യം എഴുതാം. എഴുതിയതിന് ശേഷം എഫിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂസ് കൊടുക്കുക, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തെടുത്ത്. ആൻഡ് എം ഇൻറ്റു എ എന്നുണ്ട്. ഇവിടെ എ എന്താണ്? ആക്സലറേഷൻ. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ആക്സലറേഷൻ ഇസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, അപ്പം എം ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഓക്കെ, ഇവിടെ ഒരു ഡെൽറ്റ എക്സും കൂടി നിങ്ങൾ ആഡ് ചെയ്യണേ എമ്മിൻ്റെ കൂടെ. എം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ. ഇനി ഈ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എൽ എച്ച് എസിൽ ഇട്ടിട്ട് ശേഷം ബാക്കിയുള്ള എല്ലാ വാല്യൂസും അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ ടി ബൈ എം ഡെൽറ്റ എക്സ് ഓഫ് അതേ ബ്രാക്കറ്റ് അതേ കണക്കിടുക. ഇനി ഈ ഡെൽറ്റ എക്സിന് ഈ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുക, എം അവിടെ തന്നെ ഇട്ടേക്ക്. അപ്പോൾ ടി ബൈ എം ഓഫ് ഡോ വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മളിവിടെ ലിമിറ്റ് അപ്ലൈ ആണ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മളൊരു ഏകദേശം ഒരു ധാരണ കൊടുത്തിട്ടുണ്ട്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സും എക്സും. അപ്പം നമ്മൾ ലിമിറ്റ് പോകുന്നത് ക്യൂവിൽ നിന്നും പിയിലേക്കും ഡെൽറ്റ എക്സ് സീറോയിലേക്കും ആയിരിക്കും. അപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടേൺസ് ടു സീറോ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടേൺസ് സീറോ ടി ബൈ എം ഓഫ് ഡോ വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കൊടുത്തു. രണ്ട് സൈഡിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത ടൈമിൽ എൽ എച്ച് എസിൽ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ആരും ഇല്ല അത് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ ടി ബൈ എം കോൺസ്റ്റൻ്റ് ആണ്, അത് ലിമിറ്റിൻ്റെ പുറത്തെടുക്കാം. സോ ലിമിറ്റ് ഡെൽറ്റ ടേൺസ് സീറോ, ഇതിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ലിമിറ്റ് ഡെൽറ്റ ടേൺസ് സീറോ ഡോ വൈ ബൈ ഡോ എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതിനൊരു റിസൾട്ടൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പം ഇത് ഇത്രയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. അപ്പം നമ്മളുടെ ഇക്വേഷൻ നമുക്കിപ്പോൾ എങ്ങനെ കിട്ടും? ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ എം ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇനി ഈ ടി ബൈ എം എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. ഓക്കെ, അതും ഓൾറെഡി ഡെറിവേഷനിലത് പറയുന്നുണ്ട്, അത് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ദെർഫോർ ദ വേവ് ഇക്വേഷൻ അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഇസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു a square dou square y by dou x square. This is the partial differential equation giving the transverse vibration of the string. It is also called the one dimensional wave equation. അപ്പോൾ ഇതാണ് നമ്മളുടെ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അപ്പോൾ ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചേക്കുക, ഇതിൻ്റെ തിയറി മനസ്സിലാക്കുക, ഇതിൻ്റെ ഡെറിവേഷനെ മനസ്സിലാക്കുക. ഡെറിവേഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 2019 സ്കീമിൻ്റെ മുന്നേ ഉള്ള ഒരുപാട് സെമസ്റ്റർക്ക് ഇത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഡിറൈവ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിറൈവ് ചെയ്യാൻ പറയുമ്പം നിങ്ങൾ ഈ ഫിഗർ മസ്റ്റായിട്ടും വരയ്ക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക, കോർഡിനേറ്റുകൾ മെൻഷൻ ചെയ്യുക, ആക്സലറേഷൻ എന്താണെന്ന് പറയുക, ഫോഴ്സിൻ്റെ ഇക്വേഷൻ കൊടുത്ത് ഡിറൈവ് ചെയ്യുക. അതിനുശേഷം എഫ് ഈസ് ഈക്വൽ ടു എം എയിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് ലിമിറ്റ് കൊടുത്ത് ഇതിനെ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. സോ ഇതാണ് നമ്മുടെ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ചെറിയ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ളായിട്ട് ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്കുണ്ട്, അതായത് വേരിയബിൾ സെപ്പറബിൾ ഫോം, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നോക്കി ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്റ്റെയിൻ ദ സൊല്യൂഷൻ ഓഫ് ദ വേവ് ഇക്വേഷൻ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ യൂസിങ് ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. അതായത് ഇവിടെ നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വേവ് ഇക്വേഷൻ അതേപടി എടുത്ത് ഈ ഒരു വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ പോവുകയാണ് ജനറലായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ വേവ് ഇക്വേഷൻ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും?
y ഇസ് ഈക്വൽ ടു എക്സ് ടി എന്ന് കൊടുത്തു. സ്മോൾ y ഇസ് ഈക്വൽ ടു എക്സ് ടി. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചത് z ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്നാണ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സ്മോൾ y ഇസ് ഈക്വൽ ടു എക്സ് ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് y എന്ന് വെച്ച് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ് വൈയുടെ വാല്യൂ, അല്ലെങ്കിൽ y നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും, പാർഷ്യലി ഡോ വൈ ബൈ ഡോ എക്സ്. ഇനി ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഡോ വൈ ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സൈഡിൽ നമ്മൾ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം. അപ്പം എക്സ് ഡാഷ് ബൈ ടി എന്ന് കിട്ടും. കാരണം എക്സിന് നമ്മളൊരു തവണ ഡെറിവേറ്റീവ് എടുക്കുകയാണ്, ടി അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി അതേ കണക്ക് നമ്മൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ, അതായത് ഈ കിട്ടിയ ഉത്തരത്തിന് ഒന്നും കൂടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എക്സ് ഡബിൾ ഡാഷ് ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇതേപോലെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടീനെയും ചെയ്യണം, ഡോ വൈ ബൈ ഡോ ടി. സോ എക്സ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്, ടി ഡാഷ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എക്സ് ടി ഡബിൾ ഡാഷ്. ഓക്കെ, ടി ഡാഷ് ഇടുന്നത് ഒരു തവണ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന അർത്ഥം, ഡബിൾ ഡാഷ് വന്ന 2 തവണ, ട്രിപ്പിൾ ഡാഷ് വന്ന 3 തവണ, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഇവിടെ നമുക്കിതെടുക്കാം, അതായത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഇക്വേഷനിലേക്ക് ഇതിൻ്റെ വാല്യൂ ഇടുക. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്താണ്? അപ്പം ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ദാറ്റ് ഇസ് എക്സ് ടി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് എക്സ് ഡബിൾ ഡാഷ് ടി എന്ന് കിട്ടും. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യണം. എക്സിൻ്റെ ടേമെല്ലാം ഒരു സൈഡിലും ടിയുടെ ടേമെല്ലാം മറ്റൊരു സൈഡിലും. അപ്പം എക്സ് നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, ടി അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? ടി ഡബിൾ ഡാഷ് ബൈ ടി ഇസ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ്. ഇനി എ സ്ക്വയർ നമ്മളുടെ ടിയുടെ കൂടെ ഇട്ടേക്കുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇസ് ഈക്വൽ ടു കെ. അതായത് ഈ 2 വാല്യൂസും ഒരു കോൺസ്റ്റൻറ്റിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ കോൺസ്റ്റൻറ്റിലേക്ക് ഒന്നും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതായത് ടി ഡാഷ് ബൈ എ സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു കെയും എക്സ് ഡാഷ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു കെ എന്നും കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഇനി ടി ഡാഷും എക്സ് ഡാഷും കണ്ടുപിടിക്കണം. അപ്പോൾ ടി ഡാഷ് എന്ന് വെച്ചാൽ എന്താ? ടി ഡാഷ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ടി കെ എന്ന് കിട്ടും, എക്സ് ഡാഷ് കെ എക്സ് എന്ന് കിട്ടും. ഇനി ഇതൊരു ഇക്വേഷനായിട്ട് എഴുതാമല്ലോ. അപ്പം ടി ഡബിൾ ഡാഷ് മൈനസ് കെ എ സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഡാഷ് മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് 3 കണ്ടീഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ കെ ഈസ് പോസിറ്റീവ്, അതായത് കെയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ കെയ്ക്ക് നമുക്ക് ലാംഡ സ്ക്വയർ എന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ലാംഡ സ്ക്വയർ ഇട്ട് കൊടുക്കാം. ഇവിടെ കെ പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പം ടി ഡബിൾ ഡാഷ് മൈനസ് കെയുടെ സ്ഥാനത്ത് ലാംഡ സ്ക്വയർ എ സ്ക്വയർ ടി സി സി ഈക്വൽ ടു 0. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കണം. സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഓക്സിലറി ഇക്വേഷനായിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എം സ്ക്വയർ മൈനസ് ഡെൽറ്റ അതെ. അപ്പം നമുക്കിനി ഇവിടെ ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാനായിട്ട് നമുക്കിവിടെ നമ്മൾ ചെയ്യുന്നത് ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ടി ഡാഷ് എന്ന് വെച്ചാൽ എം സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അതും അപ്ലൈ ചെയ്യാം. ടി ഡാഷ് എം സ്ക്വയർ ആണ്. നമ്മൾ ടി ഡാഷ് ബൈ ഈ ഒരു ടീനെ നമ്മളിവിടെ എടുക്കുന്നില്ല ഓക്സിലറിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എം സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് എമ്മിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ലാംഡ എ എന്ന് കിട്ടും. അതായത് ഇവിടെ നമ്മൾ കെ പോസിറ്റീവായിട്ട് എടുത്തു, കെയുടെ വാല്യൂ ലാംഡ സ്ക്വയർ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്ന എമ്മിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ലാംഡ എ എന്നാണ്. അപ്പം നമുക്ക് ടിയുടെ വാല്യൂ എന്ത് കിട്ടും? ടി എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് ടി കെ എ സ്ക്വയർ നമുക്കിങ്ങനെ വരും. C1 ഇ ലാംഡ എ ടി പ്ലസ് C2 ഇ റൈസ് ടു മൈനസ് ലാംഡ എ ടി നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അതേ കണക്ക് നമ്മൾ അടുത്ത ഇക്വേഷനായിട്ടുള്ള എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എസ് ഈക്വൽ ടു 0 എടുക്കുക. അവിടെ നമ്മളുടെ കെയുടെ വാല്യൂ പോസിറ്റീവാണ്. അപ്പം നമുക്ക് എക്സ് ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ എം സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ എക്സ് എടുക്കത്തില്ല. സോ എമ്മിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ലാംഡ എന്ന് കിട്ടും. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും C3 ഇ ലാംഡ എക്സ് പ്ലസ് C4 ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. അപ്പം ഫസ്റ്റ് സൊല്യൂഷൻ y ഇസ് ഈക്വൽ ടു എക്സ്റേയുടെ സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ കെ പോസിറ്റീവ്, ഇത് നമ്മൾ നല്ലപോലെ കാണാതെ പഠിച്ചു വെച്ചേക്കാം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ
അപ്പോൾ കെയുടെ വാല്യൂ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തപ്പോൾ കെക്ക് നമ്മൾ ലാംഡ സ്ക്വയർ കൊടുത്തപ്പോൾ നമുക്ക് ജനറേറ്റ് ആയി വന്ന സ്മോൾ വൈ ആണ് ഇത്. C1 e raised to lambda t plus C2 e raised to minus lambda t into C3 e raised to lambda x plus C4 e raised to minus lambda x. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് കേസ് അപ്ലൈ ചെയ്യുന്നത് കെയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ ആ സെയിം ഇക്വേഷനിൽ കെയുടെ വാല്യൂ 0 കൊടുത്ത് തരുമ്പം നമുക്ക് ഇവിടെ ഒരു ടിയുടെ വാല്യൂ ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത സൊല്യൂഷൻ y എന്ന് പറയുന്നത് C7x plus C8 ഇൻറ്റു C5t plus C6 എന്ന് കിട്ടും. ഇത് നമ്മളുടെ രണ്ടാമത്തെ കേസാണ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കെയുടെ വാല്യൂ നെഗറ്റീവാണ്. കെയുടെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് കെ മൈനസ് ലാംഡ സ്ക്വയർ എന്ന് എടുക്കാൻ പറ്റും. അപ്പം അതും ആ ടിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എം ഇങ്ങനെ വരും. അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എം ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. y is equal to C11 cos lambda x plus C12 sin lambda x into C9 cos lambda at plus C10 sin lambda at. സംഭവം നമ്മൾ ജനറേറ്റ് ചെയ്ത y is equal to xt എന്ന് പറയുന്നതിനകത്താണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ഇക്വേറ്റ് ചെയ്യുന്ന ടൈമിൽ 3 കേസസ് ആണ് അവിടെ വരുന്നത്. കെയുടെ വാല്യൂ പോസിറ്റീവ് ആവാം, കെയുടെ വാല്യൂ നെഗറ്റീവ് ആവാം, കെയുടെ വാല്യൂ 0 ആവാം. കെയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ കെക്ക് നമുക്ക് ലാംഡ സ്ക്വയർ കൊടുത്ത് നമ്മൾ y ജനറേറ്റ് ചെയ്യുന്നു. കെയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മളവിടെ 0 അപ്ലൈ ചെയ്ത് വൈയുടെ വാല്യൂ ജനറേറ്റ് ചെയ്യുന്നു. അതേപോലെ കെയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കെയുടെ വാല്യൂ മൈനസ് ലാംഡ സ്ക്വയർ കൊടുത്ത് y ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മളുടെ 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ മെയിനായിട്ട് വരുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ 3 സൊല്യൂഷൻസ് നമ്മൾ വെച്ചിട്ട് മനസ്സിലാക്കി ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് ബൗണ്ടറി കണ്ടീഷൻ ഓഫ് വേവ് ഇക്വേഷൻ. വേവ് ഇക്വേഷൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വേവ് ഇക്വേഷൻ അറിയാം. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് വേവ് ഇക്വേഷൻ. അപ്പം ഈ വേവ് ഇക്വേഷന് 4 ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ y of 0, t is equal to 0 for all t. ഇനി രണ്ടാമത്തത് y of l, t is equal to 0 for all t. ബൗണ്ടറി കണ്ടീഷൻ സിൻസ് ബോത്ത് എൻഡ്സ് ആർ ഫിക്സ്ഡ്. നമുക്കറിയാം നമ്മളുടെ സ്ട്രിങ്ങിൻ്റെ ബോത്ത് എൻഡ് നമ്മൾ ഫിക്സ് ആക്കി ഇതേപോലെ ഒരു ആർച്ച് മാതിരി വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് y of 0 t 0യും y of l t 0യും ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. L എന്ന് വെച്ചാൽ ലെങ്ത് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ അത് വെലോസിറ്റിയെ പറ്റി പറയുന്നതാണ്. ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് y is equal to g of x, that is the initial velocity of the string, and y of x 0 is equal to f of x is equal to initial deflection. അപ്പോൾ നമുക്ക് 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 1, 2 എന്ന് പറയുന്ന പോയിന്റുകൾ നമ്മളുടെ സ്ട്രിങ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന ബൗണ്ടറി കണ്ടീഷൻ, മൂന്നാമത്തത് ഇനിഷ്യൽ വെലോസിറ്റി, നാലാമത്തത് ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ. ഇത് 4ആണ് നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് വേവ് ഇക്വേഷൻ എഴുതാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ.